കഴിഞ്ഞ ദിവസം കുറേയധികം പേർ വിഷമം പറയുന്നു. എന്നാൽ പോയേക്കാമെന്ന് പറഞ്ഞ കിച്ചുവിൻ്റെ വീഡിയോയ്ക്കൊരു അവസാനമോ അതിൻ്റെ ഉത്തരമോ പുറത്തു വന്നിട്ടില്ല. പക്ഷെ എന്തൊക്കെ തന്നെയാണെങ്കിലും കിച്ചുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. കിച്ചു ഇപ്പോൾ രേണുവിന് എതിരെയാണോ അതോ ഒപ്പമാണോ എന്നറിയില്ലെങ്കിലും കിച്ചു ഇപ്പോൾ ഋതപ്പനോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് വാഴയിലെ പാട്ട്, അതായത് കൂടെ പിറന്നവരല്ലേ പിണങ്ങിപ്പോകല്ലേ എന്ന ഗാനമാണ് ഇട്ടിരിക്കുന്നത്. കിച്ചുവിന് ഋതപ്പന് എത്രമാത്രം ഇഷ്ടമാണെന്ന് മുൻപത്തെ വ്ളോഗിലൂടെയും വീഡിയോയിലൂടെയും ഒക്കെ പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ കിച്ചു ഋതപ്പനെക്കുറിച്ച് പങ്കുവച്ച വീഡിയോകളെല്ലാം വൈറലായിട്ടുമുണ്ട്. ഇപ്പോഴിത് അത്തരത്തിലൊരു കാര്യം കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത്. ആരാധകർ വളരെയധികം സ്നേഹത്തിൽ ഏറ്റെടുക്കുന്നൊരു വാർത്ത കൂടിയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റായും തന്നെ ഇത് വൈറലാകുന്നുണ്ട്. പ്രേക്ഷകരുടെ പ്രീതി തന്നെ വളരെയധികം മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് എന്നുകൂടി പറയാം. പ്രേക്ഷകരോടൊപ്പം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകളോടൊപ്പം ഇപ്പോൾ നിൽക്കുകയാണ് ഇത്. ഋതപ്പനോടുള്ള സ്നേഹം ഇടയ്ക്കിടയ്ക്ക് കിച്ചു ഇത്തരത്തിൽ പോസ്റ്റിലൂടെയും വീഡിയോയിലൂടെയും പങ്കുവെച്ച് അറിയിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകർ ഈ വാർത്തയെക്കുറിച്ച് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് കാണുന്നത്. കിച്ചുവിന് എന്തുമാത്രം ഋതപ്പൻ ഇഷ്ടമാണ് എന്ന് നമുക്ക് നന്നായി അറിയാവുന്നതാണ്. അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ഇത് അറിയുന്നത്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു. കിച്ചു എന്തായാലും രേണുവിൻ്റെ അടുത്ത് പോകും, എന്തായാലും അവരൊന്നിക്കും. അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അമ്മയും മക്കളുമായാലും പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ലേ? അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നമായി കണ്ടാൽ മതി. കിച്ചു വളർന്നിട്ടുണ്ട്, അവൻ്റെ ചിന്താഗതി മാറിയിട്ടുണ്ട്. രേണുവിനോടൊപ്പം ചിന്തിക്കാനുള്ള ഒരു മനസ്സ് അവനുണ്ടാവില്ല, അവൻ്റെതായ ചിന്താഗതികൾ അവനുണ്ടാകും. അതുകൊണ്ട് തന്നെ രേണുവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും വളരെയധികം വ്യക്തമാക്കേണ്ടതുണ്ട്. കിച്ചു അതിന് ബാധ്യസ്ഥനാണ്. തൻ്റെ ഓൺലൈൻ ബിസിനസ്സും തൻ്റെ യൂട്യൂബ് ചാനലുമായി മുന്നോട്ട് പോകുന്ന കിച്ചുവിന് രേണുവിൻ്റെ സഹായമില്ലാതെ തന്നെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രേണുവിനെക്കുറിച്ചുള്ള വാർത്തകളോട് പ്രതികരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായും തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഓരോ തവണയും ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകളെക്കുറിച്ചും ഇതിനെക്കുറിച്ചും വളരെയധികം വ്യക്തമാകുന്നുണ്ട് എന്നുകൂടി നമുക്ക് പറയാം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് കിച്ചുവിൻ്റെ വാർത്തകൾ കാണുന്നത്. കിച്ചു എന്ത് സ്നേഹത്തോടെയാണ് ഋതപ്പനോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഋതപ്പനോട് നിൽക്കുന്നതെന്നറിയാം. ഋതപ്പനെ ഇടയ്ക്ക് പുറത്ത് കൊണ്ടുപോവുക, ഋതപ്പനെ എവിടെയെങ്കിലും കറങ്ങാൻ കൊണ്ടുപോവുക, യൂട്യൂബ് ചാനൽ വീഡിയോ കാണിച്ചു കൊടുക്കുക, ഋതപ്പനോട് സ്നേഹം പ്രകടിപ്പിക്കുക, അതെല്ലാം എപ്പോഴും കിച്ചു ചെയ്യാറുണ്ട്. സ്വന്തം അനുജനായി തന്നെയാണ് എപ്പോഴും ഋതപ്പനെ കാണാറുള്ളത്. ഋതപ്പനെ പുറത്ത് കൊണ്ടുപോകുമ്പോൾ രേണുവിനെ വിളിച്ച് ചോദിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോ കാര്യം തന്നെ പ്രേക്ഷകരുടെ അടുത്ത് ഇവർ നേരത്തെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിച്ചുവിൻ്റെ കാര്യങ്ങളെല്ലാം പ്രേക്ഷകർക്ക് നന്നായി അറിയാം. കിച്ചു ഋതപ്പനെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇത്തരം പോസ്റ്റിലൂടെയും കൂടുതൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.